ABVP ഭീഷണിയെ തുടർന്ന് ഗുർമേഹർ കൗർ ദില്ലി വിട്ടു എന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി എത്തുന്നത്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, കഴിഞ്ഞ ദിവസം ABVP ബലാത്സംഗം ചെയ്യും എന്ന് വരെ പറഞ്ഞിരുന്നു. ഈ രക്തസാക്ഷിയുടെ മകൾക്കെതിരെ ഈ വിധത്തിലുള്ള പീഡനങ്ങളാണോ മന്ത്രിമാർ, MP-മാർ ഒക്കെയും, കേന്ദ്ര സർക്കാരിൻ്റെ BJP MP-മാരൊക്കെയും അത്തരത്തിൽ ഇവർക്കെതിരെ ട്വീറ്റ് ചെയ്തിരുന്നു? അതിന്റെ ഭാഗമായിട്ടാണോ ദില്ലി വിട്ടത്? എന്താണ് കൗർ പറയുന്നത്? അജിംഷാദ് ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഗുർമേഹർ ABVPക്കെതിരായി ഇന്ന് നടക്കുന്ന പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തത്. അതിന് അവർ കാരണം പറഞ്ഞത്, താൻ മറ്റൊരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇതുവരെ ഈ രാജാംസ് കോളേജിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ താൻ എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട്. ചെയ്യേണ്ടതെല്ലാം ചെയ്തു. 20 വയസ്സിനുള്ളിൽ ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആ പിന്തുണ ഇനിയും ഉണ്ടാകും. പക്ഷെ ഇന്ന് രാംജാസ് കോളേജിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ താൻ പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയിച്ചത്. അതിനുശേഷം നിരവധി ട്വീറ്റുകൾ വന്നിരുന്നു. അതിൽ തന്റെ ധൈര്യത്തെ ഇനി ആരും ചോദ്യം ചെയ്യേണ്ടതില്ല എന്നൊക്കെ വ്യക്തമാക്കുകയൊക്കെ ചെയ്തു. ഉദ്ദേശശുദ്ധി കൃത്യമായി വ്യക്തമാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിൽ തന്നെയുള്ള ലേഡി ശ്രീറാം കോളേജിലെ വിദ്യാർത്ഥിയാണ് ഗുർമേഹർ. ജലന്ധർ സ്വദേശിയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് അവരുടെ ഡൽഹിയിൽ നിന്ന് വിവരം ലഭ്യമായിരിക്കുന്നത്. ഗുർമേഹർ ഡൽഹി വിട്ടിരിക്കുന്നു. സ്വദേശമായ ജലന്ധറിലേക്ക് പോയിരിക്കാനാണ് സാധ്യത. ഒരു ആ കുടുംബത്തിനാകെയുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. അവൾക്കെതിരെ തന്നെ നാം നേരത്തെ കേട്ടതുപോലെ തന്നെയുള്ള ബലാത്സംഗം അടക്കമുള്ള ഭീഷണികളാണ് ഉയർത്തുന്നത്. സ്വാഭാവികമായും കുടുംബത്തിന് ആശങ്ക ഉണ്ടാക്കുക തന്നെ ചെയ്യും. കാരണം കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ ABVPക്ക് സപ്പോർട്ടുമായ കുട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. പഴയ കാർഗിൽ യുദ്ധവീരന്റെ മകൾ എന്ന പരിഗണന പോലും ആ കുട്ടിക്ക് നൽകാതെ ഭീഷണി ഉയർത്തുമ്പോൾ സ്വാഭാവികമായും കുടുംബത്തിന് ആശങ്ക ഉണ്ടായിരിക്കാം. അപ്പൊ കുടുംബത്തിന്റെ കൂടി ആവശ്യം പരിഗണിച്ചായിരിക്കാം ഗുർമേഹർ ഡൽഹിയിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് കരുതുന്നത്. മറ്റൊരു കാര്യം കൂടി പറയുന്നത്, കഴിഞ്ഞ ബുധനാഴ്ച ഈ രാംജാസ് കോളേജിൽ ABVP പ്രവർത്തകർ അഴിഞ്ഞാടിയിരുന്നു. നിരവധി ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. 20ഓളം പേർ അതിക്രൂരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. ഇന്നും അത്തരത്തിലുള്ള ഒരു സമരം 12:30യോടുകൂടി അവിടെ നടക്കും. ഇടതുപക്ഷ വിദ്യാർത്ഥികളടക്കമുള്ളവർ ABVP സമരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സമരത്തിലേക്ക് ആ കുട്ടി എത്തിയാൽ സ്വാഭാവികമായും പോലീസ് അടക്കം നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ കുട്ടിയെ ഉപദ്രവിക്കാനുള്ള സാധ്യത കൂടി ബന്ധുക്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതൊക്കെ കൊണ്ടായിരിക്കാം കുട്ടി മാറിയത്. പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിക്ക് വഴങ്ങിയല്ല പോകുന്നതെന്ന്, അല്ലെങ്കിൽ മാറി നിൽക്കുന്നതെന്ന് ഗുർമേഹർ തന്റെ ട്വിറ്ററിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ABVP ഇങ്ങനെ കാർഗിലിലെ രക്തസാക്ഷിയുടെ മകൾക്കെതിരെയാണ് ഇത്തരത്തിൽ രാജ്യം മുഴുവൻ, ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങളൊക്കെയും ഇത് വലിയ കാര്യമായി എടുക്കുകയും ചെയ്തതാണ്. ABVP ബലാത്സംഗം ചെയ്യുമെന്ന് പറയുന്നു ഒരു സ്ത്രീയെ, അതും രക്തസാക്ഷിയുടെ മകളെ. കേന്ദ്രമന്ത്രി റിഡ്ജു ഇവർക്കെതിരെ പോസ്റ്റ് ചെയ്യുന്നു. ഒപ്പം MP സിംഗ്, BJP MP സിൻഹ പറഞ്ഞത് ദാവൂദ് ഇബ്രാഹിമുമായി പെൺകുട്ടിയെ ഉപമിച്ചു. ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. ആ ഘട്ടത്തിലൊക്കെ ഫേസ്ബുക്കിലടക്കം ഈ കൗർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: താൻ തലകുനിക്കില്ല, തൻ്റെ പിന്നിൽ ഒരു വിദ്യാർത്ഥി സമൂഹം മുഴുവനുണ്ട് രാജ്യത്തേതെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ദില്ലിയിൽ നിന്നും പോയിരിക്കുന്നു. ഒരു പക്ഷേ അവരുടെ ഈ പ്രവൃത്തിക്ക് പിന്തുണ കൊടുക്കാൻ വിദ്യാർത്ഥി സമൂഹം അടക്കമുള്ള മറ്റ് സംഘടനകളുടെ പരാജയം കൂടി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ടോ സന്തോഷ് സർലിംഗ്? അജിംഷാദ്, ആ കുട്ടിയുമായി അടുപ്പമുള്ളവരെ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്ത് കാരണത്താലാണ് ഡൽഹി വിടേണ്ടി വന്നത് എന്നറിയണം. അതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം ഗുർമേഹർ തന്റെ ട്വിറ്ററിലൂടെ നൽകിയിട്ടുമില്ല. പകരം ഇന്നലെ ആകെ നൽകിയത് ആ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ താൻ ഉണ്ടാകില്ല എന്ന് അറിയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഡൽഹി വിടാനുള്ള കാരണങ്ങളോ എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് വിട്ടത് എന്നൊക്കെ അറിയില്ല. അക്കാര്യത്തിൽ നമുക്ക് ചില ഊഹിക്കാനേ കഴിയുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ ബന്ധുക്കൾ പങ്കുവച്ച ആശങ്കകൾ കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നേരത്തെ അജിംഷാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഏതെങ്കിലും ഇക്കാര്യത്തിലൊരു പിന്തുണ നൽകുന്നതിൽ പരാജയം ഉണ്ടായോ ഒന്നുകൂടി പരിശോധിക്കണം. കാരണം ABVP കഴിഞ്ഞാൽ മറ്റു വിദ്യാർത്ഥി സംഘടനകൾ സംയുക്തമായാണ് JNU അടക്കം വിജയിച്ചത്. JNU അവർക്ക് ഒരുമിച്ച് നിൽക്കാനൊക്കെ അവർക്ക് കഴിയുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സമാനമായ ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ഒരു ശക്തമായ പ്രക്ഷോഭം മറ്റു പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. സ്വാഭാവികമായും ABVPയോടൊപ്പം കേന്ദ്രമന്ത്രിമാർ കൂടി അണിനിരക്കുമ്പോൾ, പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിച്ച പോലെ കിരൺ റിജ്ജു അടക്കമുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ആ കുട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അത്തരം ഒരു വലിയൊരു പ്രഷർ താങ്ങാനുള്ള ശേഷി കുടുംബത്തിന് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം മാറിയെന്ന് ഊഹിക്കാം.
മതി. ശരി, സന്തോഷ് സല്ലിങ്ങാണ് വിവരങ്ങൾ നൽകിയത്. കാർഗിൽ രക്തസാക്ഷിയുടെ മകൾ ദില്ലി വിട്ടു. ABVPയുടെയും BJP നേതാക്കന്മാർ, കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവരുടെ നിരന്തരമായ ആരോപണവും ഭീഷണിയും അപമാനിക്കലും ഒക്കെ തുടർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് കൗർ ദില്ലി വിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് എന്ന് കൗറിനോട് അടുത്ത വൃത്തങ്ങളിൽ നിന്നും വ്യക്തമാകേണ്ടതുണ്ട്. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് സന്തോഷ് സർലിംഗ് നൽകിയത്.